ഹലോ നമസ്കാരം, രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമുക്ക് ചെമ്പനീർ പൂ എങ്ങനെയുണ്ട് നോക്കാം. 14/5/25 ചെമ്പനീർ പൂവിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഭയങ്കര സങ്കടമായിട്ട് സച്ചിയുടെ അടുത്ത് പോയിട്ടിരുന്ന് പറയണം, ഏട്ടൻ വരണം, ഏട്ടനില്ലാണ്ട് ഈ ഫംഗ്ഷന് ഞാൻ പോവില്ല, നിങ്ങളെല്ലാവരും വരണം, കല്യാണത്തിന് നിങ്ങളാരും ഇല്ലാതെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നീ എന്തിനാണ് വിഷമിക്കുന്നത്, നിനക്കിപ്പോൾ എല്ലാവരെയും കിട്ടിയില്ലേ, സച്ചി മാത്രമല്ലേ പുറത്തുള്ളൂ, നിങ്ങളെല്ലാവരും പോയിക്കോ, ഞാൻ വരുന്നില്ല, ഞാൻ വെറുതെ വന്നിട്ട് നിങ്ങൾക്ക് പ്രശ്നമാവും എന്നറിയും. അപ്പോൾ ശ്രീകാന്ത് പറയുക, അത് പറ്റില്ല, ഏട്ടനും കൂടെ വരണം, ഏട്ടൻ ഇല്ലാണ്ട് ഞാൻ ഇതിന് പോവില്ല എന്നറിയും. അപ്പോൾ അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് സച്ചി കേട്ടോ. അപ്പോൾ പറയും, നിങ്ങൾ വരണ്ട, ഞാനില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ വരുന്നില്ല എന്ന്, സച്ചി വരുന്നില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ചന്ദ്രയുടെ മുഖം അങ്ങനെ പൂ പോലെ വിടർന്ന് നിൽക്കുക. അപ്പോൾ ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷം സച്ചി ഇല്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ പറയും, അതല്ല, വരണം, വന്നേ പറ്റൂന്ന് ശ്രീകാന്ത് നിർബന്ധം പറയാണ്. അവസാനം സച്ചി പറയും, ഞാൻ വരില്ല, ഞാൻ വരില്ല, നിങ്ങൾ പോയിക്കോ, ഞാനിന്ന് പുകഞ്ഞ കൊള്ളി പുറത്തല്ലേ, ഞാനില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവിടുന്ന് ശ്രീകാന്ത് നീച്ചു നിന്നിട്ട് വർഷനോട് പറയും, വർഷ, നീ ഒരു കാര്യം ചെയ്യുക, അമ്മോട് വിളിച്ചിട്ട് ഈ ചടങ്ങ് ക്യാൻസൽ ചെയ്യാനെന്ന് പറയാമെന്നറിയും. അപ്പോൾ ചന്ദ്രയ്ക്ക് അറിയിച്ച് ക്യാൻസൽ ചെയ്യാനും അറിയും. അതെ, ആരും എൻ്റെ ഏട്ടനില്ലാണ്ട് ഞാൻ ഈ ചടങ്ങിന് പോവില്ല, എൻ്റെ കൂടെ എൻ്റെ ഏട്ടൻ വേണം, അല്ലാണ്ട് ഞാൻ ഈ ചടങ്ങിന് പോവില്ല, എല്ലാവരും ഇല്ലാതെ ഈ ചടങ്ങ് നടത്തില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുക, രേവതി പറയാണ്, സച്ചിയേട്ടാ നമുക്ക് പോവാം, ഇതിന് പോണപ്പോൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു ചടങ്ങാണിത്, അതിന് നമ്മൾ പോയിട്ടില്ലെങ്കിൽ അത് മുടങ്ങും, നമുക്ക് പോവാതിരിക്കണം, നമുക്ക് പോവാം സച്ചിയേട്ടാ എന്ന് പറയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുകയാണ്, പറയും, ശരി, ഇനിയിപ്പോൾ ഞാനായിട്ട് നിങ്ങളുടെ ചടങ്ങൊന്നും മുടക്കണില്ല, പക്ഷെ ഞാൻ വരാം എന്ന് പറയാണ് സച്ചി. അപ്പോൾ പറയും, ഞാനും വരും എന്ന് പറയും. അപ്പോൾ സച്ചി അറിയാണ് ഞാൻ വരാമെന്ന്. അപ്പോൾ രവി പറയും, അച്ഛനെന്താ പറയണത് ചോദിക്കും. അപ്പോൾ നീ പോകണമെങ്കിൽ ഞാനും ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ നീയോ രേവതി വയ്ക്കുമ്പോൾ രേവതി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ വേഗം നമ്മുടെ വർഷ പോയിട്ട് രേവതി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക. ചേച്ചി ഇല്ലാണ്ട്, ചേച്ചി വേണം, എനിക്ക് എല്ലാത്തിനും കൂടെ നിൽക്കാൻ, ചേച്ചി മതി, വേറെ ആരും വേണ്ട, ചേച്ചി വരണം എന്ന് പറയും. അങ്ങനെ ആ കാര്യം തീരുമാനമായി. അപ്പോൾ എല്ലാവരും കൂടെ പോകാൻ തീരുമാനമായി. ചന്ദ്രയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല സച്ചി വരിക എന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടമല്ല. അങ്ങനെ അപ്പോൾ കാര്യം തീരുമാനമായല്ലോ, ഇനി എല്ലാവരും പോയി കടന്നു പറയും. അങ്ങനെ എല്ലാവരും പോണ സമയത്ത് രവിയും ചന്ദ്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ രവി പറയുക ചന്ദ്രയോട്, നീ എന്തായാലും എനിക്ക് നേരത്തെ തണുത്ത ജ്യൂസ് എടുത്തു തരാമെന്ന് പറഞ്ഞില്ലേ, പോയി എടുത്തിട്ട് വാ എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്ര അങ്ങനെ മടിച്ചിരിക്കുക, ചെല്ലി ചന്ദ്രേ എന്ന് പറയും. അപ്പോഴും ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നീച്ച് പോവുക കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയാണ് വർഷയുടെ വീട്ടിൽ ഇത് അവതരിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ വർഷയുടെ അമ്മ അവിടെ ഇരിക്കുന്ന സമയത്ത് ചന്ദ്ര വിളിച്ച് പറയുകയാണ്, ഞങ്ങളെല്ലാവരും കൂടെ ചടങ്ങിന് വരുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെയാണ് വരുന്നത് പറയുമ്പോൾ, സച്ചി ഉണ്ടോ ചോദിക്കുകയാണ് ചന്ദ്രനോട്. അപ്പോൾ പറയും, ഉണ്ട്, സച്ചിയും വരുന്നുണ്ട് പറയും. അപ്പോൾ പറയും, വരുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അത് ബുദ്ധിമുട്ടാവും, ഞങ്ങൾക്ക് ഒരുപാട് ഈ VIP കൾ വരുന്നതാണ്, അപ്പോൾ അവനിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് പറയും. ഇല്ല, വരണമെന്ന് പറയുകയാണ്, എല്ലാവരും കൂടെ നിർബന്ധിച്ചു, അല്ലെങ്കിൽ ഈ ചടങ്ങ് നടക്കില്ല, അതുകൊണ്ട് അവൻ വരികയാണ് എന്നൊക്കെ പറയും. അപ്പോൾ എന്താ വെച്ചാൽ മഹിമയ്ക്കും ഇതുതന്നെയാണ് ആവശ്യം, വർഷയുടെ അമ്മയ്ക്ക്. കാരണം സച്ചി ചെല്ലണം, സച്ചി ചെന്നിട്ട് ആ ചടങ്ങ് അലങ്കോലാക്കണം, അതാണ് ഇവരുടെ ആവശ്യം, അതാണ്. അപ്പോൾ പറയും, നിങ്ങൾക്ക് അവിടെ ഒരു വിലയില്ലേ, ചന്ദ്രനോട് ചോദിക്കുകയാണ് മഹിമ. അപ്പോൾ പറയും, എല്ലാ ഭാര്യമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇതില്ല, തീരുമാനമില്ല, മറ്റുള്ളവർ തീരുമാനിക്കണോ നടത്തണോ, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയും. എന്തായാലും എനിക്ക് നിങ്ങളോടൊന്നും ഇപ്പോൾ അവൻ വരാതിരിക്കാൻ ഇതൊന്നുമില്ല, ഞാനൊരു മുൻകൂറായിട്ടൊരു കാര്യം എടുത്തിട്ടു എന്ന് പറയുന്നത്, കാരണം എവിടെ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സച്ചി ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞൊന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ കാര്യം അങ്ങനെ പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ നിന്ന് ചിരിക്കുമ്പോൾ ഈ വർഷയുടെ അച്ഛൻ ഉണ്ടല്ലോ, അച്ഛൻ വരിക, നീ എന്താ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്, ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് മഹിമയോട്. അപ്പോൾ പറയും, അപ്പോൾ സച്ചി ചടങ്ങിന് വരുന്നുണ്ട് അറിയാം. അപ്പോൾ വരുന്നില്ല എന്നല്ലേ നീ പറഞ്ഞത്, വരണം, അവൻ വരണ്ടാന്ന് ഞാൻ പറഞ്ഞാലും അവനെ അവർ കൊണ്ടുവരണം, അവനെ കൊണ്ടുവന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കിക്കും, എന്നിട്ട് അവിടെ ഇതാവുമ്പോൾ ഞാൻ ആ ഒരു കാര്യം എടുത്തിട്ടിട്ട്
ശ്രീകാന്തിനെയും വർഷേനെയും അവിടുന്ന് മാറ്റും. ഇങ്ങനെയുള്ള ഒരു പ്രശ്നക്കാരനുള്ള വീട്ടിൽ എങ്ങനെയാണ് എൻ്റെ മോള് താമസിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അവരെ മാറ്റും. അപ്പോൾ അവരെൻ്റെ കൂടെ ഇങ്ങോട്ട് പോരും എന്നിങ്ങനെ പറയണം. അതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് വയ്ക്കുമ്പോൾ നടക്കും, നടക്കാതെ ഒരു വഴിയില്ല, നടക്കും. കാരണം സച്ചിനെ ആർക്കും അവിടെ ഇഷ്ടമല്ല, എല്ലാവർക്കും അവനൊരു പ്രശ്നക്കാരൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഞാനായിട്ട് ഉണ്ടാക്കുമല്ലെങ്കിൽ ഇനിയിപ്പോൾ സച്ചി എത്ര ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും ഞാനായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കും. എന്നിട്ട് അവിടെ അലങ്കോലപ്പെടുത്തും, ചടങ്ങ് അലങ്കോലപ്പെടുത്തിയിട്ട് ശ്രീകാന്തിനെയും വർഷേനെയും അവിടെ നിന്ന് മാറ്റും. അതാണ് ഇവരുടെ പ്ലാൻ. അപ്പോൾ അങ്ങനെ നടക്കട്ടെ എന്നുള്ളതിൽ തന്നെയാണ്. അപ്പോൾ ആ ഡ്രൈവറെ വീട്ടിലേക്ക് എൻ്റെ മോളെ അയച്ചത് എനിക്ക് ഇഷ്ടമല്ല, രവീനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആ ഡ്രൈവർ വരട്ടെ, എല്ലാവരും വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നിങ്ങനെ പറയുകയാണ്. മറ്റേ മഹിമയുടെ ഭർത്താവും കൂടെ അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തീരുമാനമായി. അത് കഴിഞ്ഞ് നമ്മുടെ രേവതി അടുക്കളയിലൊക്കെ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ ഒതുക്കി പെറുക്കി വയ്ക്കുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ നീ എന്താ ചെയ്യണേ എന്ന് വെച്ചിട്ടാണ് നീ എന്താ ചെയ്യണേ പറഞ്ഞു. അമ്മ കണ്ടില്ലേ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെക്കുകയാണ്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ കല്യാണം അപ്പോൾ പറഞ്ഞ് ചടങ്ങിന് വരുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ കേട്ടതല്ലേ, എല്ലാവരും കൂടെ പറയുന്നുണ്ട്. പിന്നെന്താ അറിയും, അവൻ വരുന്നതൊക്കെ കൊള്ളാം, അവനവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്, നീ അവനോട് പറയണം. പിന്നെ നീ എന്തിനാ അപ്പോഴേക്കും വരുന്നില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞത്, നിനക്കത് രഹസ്യമായിട്ട് പറഞ്ഞാൽ പോരേന്ന് ചോദിക്കും. അപ്പോൾ എടുത്ത വഴിക്ക് രേവതി ചോദിക്കും, അമ്മ എന്തിനാ സച്ചിയേട്ടൻ വരണ്ടാന്ന് അവിടെ നിന്ന് പരസ്യമായിട്ട് പറഞ്ഞത്, പിന്നെ ഞാനെന്തിനാ ഈ കാര്യം രഹസ്യമായിട്ട് പറയേണ്ട ആവശ്യം എനിക്കെന്താ, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ അതിന് മറുപടിയും പറഞ്ഞത്. സച്ചിയേട്ടനില്ലെങ്കിൽ ഞാനുമില്ല, എൻ്റെ ഭർത്താവിനെ കയറാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് എന്തിനാണ് ഞാൻ വരുന്നത്, അതുകൊണ്ട് ഞാനും വരില്ല, അത്രയേ ഉള്ളൂ എന്നറിയും. അപ്പോൾ നീ അങ്ങനെ ഇതാവൊന്നും വേണ്ട, നീ ഒരു കാര്യം പറയണം, അവനോട് അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയണം, അവിടെ ധാരാളം ആളുകൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ പറയും, എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല, ഒരു കാരണമില്ലാണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയും. അതൊന്നുമല്ല, നീ അവനോട് പറയണം, അല്ലെങ്കിൽ ശരിയാവില്ല. പറയും അമ്മയുടെ അങ്ങനെയല്ല, അമ്മയ്ക്ക് അങ്ങോട്ട് പറഞ്ഞൂടെ എന്നറിയും. അപ്പോൾ ചന്ദ്ര ഒന്നിങ്ങനെ ഇതായിട്ട് അറിയും, നീയല്ലേ ഇപ്പോൾ അവൻ്റെ റിമോട്ട് കൺട്രോളർ, നീ അങ്ങോട്ട് പറഞ്ഞാൽ മതി, എനിക്കൊന്നും വയ്യ അവൻ്റെ കാല് പിടിക്കാനൊന്നും എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറയും രേവതി. അതെന്ന് സച്ചി മുകളിൽ ടെറസിൻ്റെ മുകളിൽ പായൊക്കെ ഇടുന്ന സമയത്ത് രേവതി അങ്ങോട്ട് ചെല്ലുക. ഇത്ര വേണ്ട അടുക്കളയൊക്കെ പൂട്ടിയോ, ചന്ദ്രപതി അമ്മയൊക്കെ പോയോ അടുക്കളയിൽ നിന്ന്, എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പറയും, ഞാൻ സച്ചിയേട്ടനോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് അറിയും. അപ്പോൾ അറിയും, എന്ത് കാര്യം എന്നൊക്കെ പറയുമ്പോൾ അത് പറയുമ്പോൾ ദേഷ്യം വരരുത് അറിയും, പറഞ്ഞാലല്ലേ അറിയുള്ളൂ ദേഷ്യം വരണോ വേണ്ടയോ എന്നുള്ളത്, എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ പറയും, സച്ചിയേട്ടൻ കല്യാണത്തിന് അവിടെ ചടങ്ങിന് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് പറയുമ്പോഴേക്ക് ദേഷ്യം വരും. അപ്പോൾ പറയും, നീ അത് തന്നെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താ ഞാനൊരു പ്രശ്നക്കാരനാണോ, ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ പ്രശ്നം ഉണ്ടാക്കലില്ല, നമുക്കറിയുന്നതല്ലേ, പിന്നെ നീ എന്തിനാ പറഞ്ഞത് അറിയുമ്പോൾ അപ്പോഴേക്കും ദേഷ്യം വന്നു. അപ്പോഴേക്കും ദേഷ്യം വന്നു, ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാനല്ല പറഞ്ഞ, അമ്മ എന്നെ കാണാൻ വന്നിരുന്നു, അമ്മയാണ് എന്നോട് പറഞ്ഞത്, സച്ചേട്ടൻ ഒരു പ്രശ്നവും ഉണ്ടാക്കരുതെന്ന് അമ്മയാണ് പറഞ്ഞത്, അല്ലാണ്ട് ഞാനല്ല. അതുകൊണ്ടാണ് പറയുന്നത് സച്ചേട്ടൻ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്. ഇല്ല, ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല, ഞാൻ വായും മറ്റും മൂടിയാൽ ഞാൻ അവിടെ ഇരുന്നോളാം, ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, എന്താ പോരെ എന്ന് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ചിരിക്കും കേട്ടോ. അപ്പോൾ പറയും, ശരി എന്നാൽ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ പോയി നിർബന്ധിച്ചിട്ടാണ് ഞാൻ നീയല്ലേ പറഞ്ഞത് നീ വരണം എന്നുള്ളത്, അങ്ങോട്ടല്ലേ ഞാൻ വരാമെന്ന് പറഞ്ഞത്, എന്നിട്ട് ഇപ്പം എന്താ അങ്ങനെ ഒരു വർത്തമാനം പറയണത് എന്നൊക്കെ സച്ചി ചോദിക്കുക. അപ്പോൾ പറയും, ഞാൻ എന്താ ചെയ്യുക, എന്നോട് ഇങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറയും. ശരി, ഞാനായിട്ട് ഇനി ഒന്നിനും വരുന്നില്ല, പോരെ, ഇനി ഞാനായിട്ട് അവരുടെ ചടങ്ങൊന്നും അലങ്കോലാക്കുന്നില്ല അറിയും. അപ്പോൾ രേവതിയും ശ്രീകാന്തും വർഷയും നമ്മുടെ അനിയനും അനിയത്തിയല്ലേ, അവരുടെ ജീവിതത്തിൽ നല്ല പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ നടക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ നടക്കുന്നത്, അപ്പോൾ നമ്മൾ വേണ്ട അത് ഭംഗിയൊക്കെ നടത്തി കൊടുക്കാൻ, അതുകൊണ്ട് പറഞ്ഞതാ സച്ചിയേട്ടൻ അറിയും. ആയിക്കോട്ടെ, ശരി, അങ്ങനെ തന്നെ, ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല, പക്ഷേ ഇനി എന്ത് കണ്ടാലും ഞാൻ കണ്ണടച്ചിരുന്നോളാം എന്നറിയും. അപ്പോൾ അറിയും, ശരി പറഞ്ഞിട്ട് ഇപ്പം പക്ഷേ സച്ചി അറിയും, എൻ്റെ അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും അവിടെ പറഞ്ഞാൽ അതിന് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കില്ല, അത് ചന്ദ്രമതിയോടും അവരുടെ മക്കളോടും മരുമക്കളോടും ബന്ധുക്കാരോടും കൂടെ പറഞ്ഞോളാൻ പറ. എൻ്റെ അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് നിൽക്കില്ല, അപ്പോൾ സച്ചിയുടെ സാന്യ സ്വഭാവം കാണിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതിക്ക് അപ്പോൾ പേടിയാവുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് അവിടെ കിടക്കുമ്പോൾ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം അറിയില്ലല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ ശ്രുതിയും
ശ്രുതിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ മീരയും കൂടെ സംസാരിക്കുക. അപ്പോൾ പറയും ഇനിയിപ്പോൾ അത് താലി അത് മാറ്റി കെട്ട് ചടങ്ങോ, അപ്പോൾ അതിന് എന്താണ് ഇനിയിപ്പോൾ ചെയ്യേണ്ട? പൈസ വേണം, ധാരാളം പൈസ വേണം. അതുമല്ല അച്ഛനോട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് 2 ദിവസത്തേക്ക്. അത്രയും പൈസ വേണം. ഞാനിപ്പോൾ ആൻറ്റി അങ്ങനെ പറഞ്ഞു, എവിടേക്കാണ് ഞാൻ ഈ പൈസയ്ക്ക് പോവുക, എനിക്കൊന്നും അറിയില്ല, ചിലവുകളോട് ചിലവുകൾ തന്നെയാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ആകപ്പാടെ സങ്കടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ പറയും നിൻ്റെ അടുത്ത് വല്ല പൈസ ഉണ്ടോ ചോദിക്കുമ്പോൾ മീര പറയും എൻ്റെ അടുത്ത് ഒരു 10,000 രൂപ ഉണ്ടാവും, അതേ ഉള്ളൂ. പറയും അയ്യോ അത് പോരാ, അത് തികയില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ പറയും ഇനിയിപ്പോൾ ആരോടാ ചോദിക്കുക പൈസ, കുറച്ചൊന്നും പൈസ പോരേനും. ഇങ്ങനെ താലി പിരിച്ചു മാറ്റൽ ചടങ്ങോ അങ്ങനെ എന്തോ പിരിച്ചു മാറ്റി കിട്ടുന്ന ചടങ്ങ് എന്തോ ആണ്. അപ്പോൾ എന്തിനി ചെയ്യുമെന്ന് അറിയാം, ഞാൻ അമ്മോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, എൻ്റെ അമ്മയുടെ അടുത്ത് ഉണ്ടാവും എന്നറിയില്ലല്ലോ എന്ന് പറയും. അങ്ങനെ അമ്മയെ വിളിക്കുകയാണ്, ശ്രുതിയുടെ അമ്മയെ വിളിക്കുക. അപ്പോൾ ശ്രുതിയുടെ അമ്മ ഒരു ബിഗ് ഷോപ്പറും കൈ പിടിച്ചിട്ട് എന്തോ കടയ്ക്ക് ഇറങ്ങിയിറക്കുക. അപ്പോൾ പറയും അമ്മയെ എന്ന് വിളിക്കുമ്പോൾ മോളെ കല്യാണി പറയൂ, എന്താണ് എൻ്റെ വർത്തമാനം, നിനക്ക് സുഖം തന്നെയാണോ അവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഖം തന്നെയാണ് അമ്മേ. അമ്മയ്ക്കും കിച്ചുവിനും വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയിരിക്കുക, ഞാൻ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അറിയാം നീ എന്താ മോളെ വിളിച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും അമ്മേ പിന്നെ ഇങ്ങനെ ഒരു താലി പിരിച്ച് മാറ്റിക്കെട്ടുന്ന ചടങ്ങുണ്ട് അവിടെ, അതിന് നടത്തണം, എൻ്റെ കയ്യിലാണെങ്കിൽ കാശില്ല, കുറേ പൈസ വേണം, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അമ്മേ എന്നറിയും. അപ്പോൾ പറയും അമ്മയുടെ അടുത്ത് കാശ് എന്തെങ്കിലും ഉണ്ടോ, ഞാൻ അമ്മയ്ക്കും മോനും കൂടെയുള്ള ചിലവിന് അയച്ചു തന്നാൽ അപ്പോഴിപ്പോഴൊക്കെ ആയിട്ട് വല്ലതൊക്കെ മിച്ചം വെച്ചതോ മിച്ചം വെച്ച വല്ല പൈസ ഉണ്ടെങ്കിൽ തരുവയ്ക്കുമ്പോൾ പറയും അയ്യോ എൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ ഉണ്ടാവില്ല അല്ലേ, സാരമില്ല ഞാൻ വേറെ എവിടുന്നെങ്കിലും റോള് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നിങ്ങനെ പറയും. അപ്പോൾ അതല്ല മോളെ, ഞാൻ കുറച്ച് സ്വർണ്ണം ഇരിക്കുന്നത് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വേണമെങ്കിൽ പണയം വെച്ചിട്ട് പൈസ വാങ്ങി തരാമെന്ന് പറയും. അപ്പോൾ വേണ്ടമ്മേ അതൊന്നും വേണ്ടെന്ന് പറയും. അപ്പോൾ അതല്ല നിൻ്റെ ചടങ്ങുകൾ നടക്കണ്ട, മാത്രമല്ല നിൻ്റെ കല്യാണം ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ ഈ ചടങ്ങെങ്കിലും എനിക്കൊന്ന് കാണാലോ എന്ന് പറയും. അപ്പോൾ പറയും അമ്മേ അയ്യോ അമ്മേ മണ്ടത്തരം കാണിക്കല്ലേ, വരരുത്, വന്നു കഴിഞ്ഞാൽ അമ്മേനെ എല്ലാവർക്കും അറിയാലോ, അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും കൊണ്ട് മണ്ടത്തരമൊന്നും കാണിക്കല്ലേ അമ്മ പറയും. അല്ല മോളെ നിൻ്റെ കല്യാണം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല, എന്തെങ്കിലും കാണാമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് പറയും. അപ്പോൾ എന്നാൽ ഞാൻ വരുന്നില്ല, നമുക്ക് ഞാൻ ആ പൈസ എങ്ങനെയെങ്കിലും എത്തിച്ച് തരാം എന്ന് പറയുകയാണ്. അപ്പോൾ ശരി അമ്മയെ പറയാം. എന്നിട്ട് അങ്ങനെ ഫോൺ വയ്ക്കുക. അപ്പോൾ പറയും മീര എന്തായി വയ്ക്കുമ്പോൾ പറയും നമ്മുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണമൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ പണയം വെച്ച് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അറിയാം. അപ്പോൾ ചടങ്ങിനുള്ള കാശായില്ല, അപ്പോൾ അത് സമാധാനമായി, ഇനിയിപ്പോൾ അച്ഛനെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ പറയും അതാണ് ഒരു പ്രശ്നം, ഇനിയിപ്പോൾ എന്താ ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല, എൻ്റെ അച്ഛൻ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് അവിടെ മണ്ഡപത്തിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ഛൻ തിരിച്ച് അതുപോലെ തന്നെ പോയി മലേഷ്യക്ക് എന്ന് ഞാൻ പറഞ്ഞുണ്ടാക്കുമെന്ന് പറയും. അതിന് പ്രശ്നം ഉണ്ടാക്കാൻ ആരാ വരുന്നത് ചോദിക്കും. അപ്പോൾ അതിന് പ്രശ്നം ഉണ്ടാക്കാൻ നമുക്ക് പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ തന്നെ ഉണ്ടല്ലോ ഒരു ഗുണ്ട, സച്ചിനെയാണ് ഉദ്ദേശിക്കുന്നത്, അവനെ ഇറക്കി അവനെ കൊണ്ട് ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കും മണ്ഡപത്തിൽ. എന്നിട്ട് അപ്പോൾ അച്ഛനോട് പറയും അച്ഛൻ തിരിച്ച് പോയി മലേഷ്യക്ക് തന്നെ തിരിച്ചു പോയി എന്നുള്ള അങ്ങനെ ഒരു ഇതുണ്ടാക്കും. അപ്പോൾ പ്രശ്നക്കാരനാരാ? സച്ചി വന്ന് ഇല്ലാത്ത അച്ഛൻ വന്ന് പോയി എന്നുണ്ടാക്കുക. അതാണ് ശ്രുതിയുടെ പ്ലാൻ. അപ്പോൾ പറയും ഇതൊക്കെ നടക്കുമോ എന്ന് നോക്കിയപ്പോൾ നടക്കും, ഇല്ലെങ്കിൽ ഞാൻ നടത്തിക്കും, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യും, എന്നാലേ എനിക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുക. പിന്നെ ഒരിക്കലും അച്ഛൻ ഇങ്ങോട്ട് വരില്ല, പിന്നെ അച്ഛൻ്റെ കാര്യം ആൻറ്റി പറയൂല. അപ്പോൾ അതോടുകൂടി എല്ലാം തീരും പ്രശ്നങ്ങൾ. ഇവളുടെ ശ്രുതി സേഫ് ആവും ചെയ്യും. കാരണം അച്ഛൻ വന്നു പ്രശ്നം പറഞ്ഞപ്പോൾ അച്ഛൻ മകളെ പോലും കാണാൻ നിൽക്കാണ്ട് അച്ഛൻ തിരിച്ചു പോയി. അപ്പോൾ പിന്നെ ഒരിക്കലും അച്ഛൻ ഈ നാട്ടിലേക്ക് വരാൻ വേണ്ടി ഇവർ പറയൂല, ശ്രുതിക്ക് അതിൽ സമാധാനപ്പെടുകയും ചെയ്യാം. അപ്പോൾ പറയും പറയുമ്പോൾ ഇപ്പോൾ സച്ചി പ്രശ്നം ഇല്ലെങ്കിലോ എന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കിക്കും, അതിനുള്ള കാരണങ്ങൾ ഞാൻ ഉണ്ടാക്കും, എന്നിട്ട് മണ്ഡപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊളാക്കും. അതാണ് ഇപ്പോൾ ശ്രുതിയുടെ പ്ലാൻ. അപ്പോൾ സച്ചിനെ വെച്ച് നാടകം കളിക്കാൻ എത്ര പേരുണ്ട്, മഹിമയുടെ ഭർത്താവ്, അപ്പോൾ ശ്രുതി, എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യാണ് സച്ചിനെയും കൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് മണ്ഡപത്തിൽ കാണാം എന്താണ് സംഭവിക്കാൻ പോണത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ചെമ്പനീർ പൂവ് സീരിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ആ ബെല്ലൈക്കണൊക്കെ അമർത്തി ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ശുഭദിനം നേരുന്നു. എല്ലാവരുടെയും നല്ല എന്താണ് പറയുക സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ, എല്ലാവരെയും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു.